കൺസപ്ഷൻ വർദ്ധിക്കുന്ന രീതിയിൽ GST സ്ലാബുകളുടെ പുനഃക്രമീകരണം ഉണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷയെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി 0.5% ഉയർന്ന് 24,700-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സ് 0.63%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.90% ഉയർന്നു. IT സെക്ടർ ഒഴികെ മറ്റെല്ലാ സെക്ടറുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അതിൽ തന്നെ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചത് മെറ്റൽ സെക്ടറാണ്. കൂടാതെ കൺസപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക തീമുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. GST സ്ലാബ് റേറ്റുകളുടെ പുനഃക്രമീകരണം തന്നെയാണ് മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ ഏറ്റവും പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇന്നത്തെ ടോപ്പ് ഗെയിനർ സ്റ്റോക്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ടാറ്റ സ്റ്റീൽ 5.96%, ഹിൻഡാൽകോ 3.02%, JSW സ്റ്റീൽ 2.94% ഉയർന്നു. അതേസമയം ഇൻഫോസിസ് 1.25%, നെസ്ലെ ഇന്ത്യ 0.72%, HDFC ലൈഫ് ഇൻഷുറൻസ് 0.70% ഇടിയുകയും ചെയ്തു. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ 24,750 മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 24,750 എന്ന ലെവലിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഫർദർ ഹയർ സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഇത് മാർക്കറ്റിനെ 25,000-ലേക്കോ അല്ലെങ്കിൽ 25,000-ന് മുകളിലേക്കോ എത്തിച്ചേക്കും. 24,650 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 24,650-ന് താഴെ 24,500-നടുത്തായിട്ടാണ് മാർക്കറ്റിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ട് പ്രവർത്തിക്കുക. ഇനി മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന റാലിക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം US ഡോളറിലുണ്ടായ വീക്ക്നെസ്. US ഡോളർ വീക്കാകുന്നത് ഗ്ലോബലി കമ്മോഡിറ്റികളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കൊമോഡിറ്റികളുടെയും മെറ്റൽസിൻ്റെയും ഡിമാൻഡ് വർദ്ധിച്ചത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മെറ്റൽ സെക്ടർ മികച്ച പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ ഒരു കാരണമാണ്. രണ്ടാമത്തേത്, ചൈന അതിൻ്റെ സ്റ്റീൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സ്റ്റീൽ കമ്പനികൾക്ക് അനുകൂലമായ ഒരു അപ്ഡേറ്റാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളുടെ എക്സ്പോർട്ടും പ്രൈസിംഗ് പവറും വർദ്ധിക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചു. രണ്ടാമത്തേത്, GST കൗൺസിലിൽ നടക്കുന്ന GST റീഫോംസിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. GST സ്ട്രക്ചർ സിമ്പിൾ ആവുകയും 5%, 18% എന്നീ രണ്ട് സ്ലാബിലുള്ള GST റേറ്റിലേക്ക് GST സ്ട്രക്ചർ റീഫോം ആകാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് കൺസ്യൂമർ സെക്ടറുകളിലുടനീളം പ്രതിഫലിക്കുകയും മെറ്റൽ സെക്ടറിലും ഇത് പ്രതിഫലിക്കുകയും ചെയ്തു. കൂടാതെ സെപ്റ്റംബർ 16, 17 തീയതികളിൽ നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതും മെറ്റൽ സെക്ടറിൻ്റെ റാലിക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച ബൈയിങ് മൊമെൻറ്റം നിലനിൽക്കുന്ന ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് നെറ്റ്വെബ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്. നെറ്റ്വെബ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 11% ഉയർന്ന് 2,516-നടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 1,251, 52 വീക്ക് ഹൈ 3,060. നെറ്റ്വെബ് ടെക്നോളജി എന്ന കമ്പനിക്ക് NVIDIA ബ്ലാക്ക്വെൽ ആർക്കിടെക്ചർ സെർവർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 1,734 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരുന്നു. നെറ്റ്വെബ് ടെക്നോളജി എന്ന കമ്പനി GPU ആക്സിലറേറ്റഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലെ ഒരു കമ്പനി കൂടിയാണ്. കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസും മികച്ചതാണ്. ഗൈഡൻസ് നമ്മൾ പരിശോധിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂ 7% നിന്നും 29% ഉയരുകയും 40% CAGR കൂടിയുള്ള വളർച്ച കൈവരിക്കുകയും ചെയ്തു. കൂടാതെ കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെഗ്മെൻറ്റിലെ പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ 20 മുതൽ 22% ഉയർന്നു കഴിഞ്ഞു. എബിറ്റയിൽ 14% വർധനവുണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 10 മുതൽ 10.5% വളരുമെന്നാണ് മാനേജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. നെറ്റ്വെബ് ടെക്നോളജി 3,000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ്. മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ 1,500 വരെ ഇടിയുകയും വീണ്ടും 2,514-നടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 2,750, 3,000 തുടങ്ങിയ ടാർഗറ്റുകൾ സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. ഇവിടെ 2,000-നടുത്ത് സ്റ്റോക്ക് സ്ട്രോങ് ബേസ് ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നെറ്റ്വെബ് ടെക്നോളജി എന്ന സ്റ്റോക്കിന് 15 മുതൽ 20% റിട്ടേൺ ലഭിക്കുന്ന പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.